ഈ മംഗലം എന്തായാലും നടക്കും. ഞാൻ ഫോണ് വിളിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാല് ഇത് പഴഞ്ച സ്റ്റൈല് വേറെ സ്റ്റൈലില് വരണമെന്ന്. അതിന് ഞാൻ വന്നിട്ട് അടിപൊളി ബ്യൂട്ടിഷൻ പറഞ്ഞേ എത്തി. ആ അത് ഞാൻ മാറ്റി പിടിക്കട്ടെ. ഇത് കല്യാണം ശരിയാവും, സെറ്റാവും. മമ്മന്നെ ഇതൊന്ന് പാകാക്കി തന്നെ. ആ ഇവിടെ പറഞ്ഞടാ. ആയിടാ. ആ സ്റ്റൈലാക്കി മാമനെ. क्या അല്ല बाल कटे അതായത് കൂടുതൽ വലിച്ച് കളയണ്ട മുടി. क्या കൂടുതൽ മൊത്തം കളയണ്ട. ദേശമായിട്ട് ഇങ്ങനെ ചെറിയ സൈസ് मॉडल है हिंदी स्टाइल कटे हिंदी स्टाइल മലയാള പണിക്കാരുണ്ടോ? മലയാള പണിക്കാരെ വിളിക്കും. മലയാളം കാവില്ല, മലയാള പണി ഇല്ല. മലയാളികൾ काम नहीं है पट्टिके ज्यादा हिंदी आदमी हेयर कटिंग ज्यादा हिंदी आदमी केरल से और बाल അതെ ഞാൻ പറയാം. बोले बोला ഒന്നിച്ച് മുറിച്ചല്ലേ കല്യാണത്തിന് मुझसे काली थोड़ा कट में स्टाइल से ഒന്നും ചെയ്യണ്ട. പറയാം ചെയ്യണം ചെയ്യാനല്ല വന്നിടാ ചെയ്യാനാ വന്ന് ഞാൻ പറയുന്നത് മാലും बोला ചെറുങ്ങനെ മുറിച്ചിട്ട് ഒരു കൊറ്റ പോലെ മുറിച്ചിട്ട് അടവക്കാം. വേഷം മോളിൽ നീളം മാത്രം മുറിച്ച് കട്ട് ചെയ്തിട്ട് ചെയ്തിയ സൈസില് ഒരു വര ഇടിയും ഒരു വര ഇടിയും 2 വര ഇല്ല. ഓൺലി ബാൾ കട്ടിങ് ഫേഷ്യൽ ഹെഡ് മസാജ് വരയില്ല. ഹെഡ് മാഷ് വരാനുണ്ടോ? മലയാളി ഹെഡ് മാഷ് വരാനുണ്ടോ? ഇന്റെ ഹെഡ് മനസ്സിലാവണില്ല സാർ പറയാം. ഞാൻ ഒരു കാര്യം പറയാം. തോടാ മലയാളം എനക്ക് അറിയാം സാർ. എന്ത് മലയാളം ഇത് കച്ചറ മലയാളം പറയുന്നേക്ക്. ഞാൻ പറയുന്നത് കേക്കാം. നിങ്ങൾ പുറത്തുനിന്ന് വന്ന ആള്. ഞാൻ പുറത്തോട്ട് പോണോ? നിങ്ങൾ പുറത്തുനിന്ന് വന്ന ആള് നമ്മ നാട്ടുകാര്. നിങ്ങൾ പുറത്തുനിന്ന് വന്ന പറഞ്ഞേക്ക്. ഇവിടെ വന്നൊരു പൈസ നമ്മ തരുന്നത്, നമ്മ നാട്ടുകാർ പൈസ തരുന്നത്. പുറത്തുനിന്ന് ഇവിടെ വന്നൊരു പണിയെടുക്കുന്നത് ഇല്ല. ജാഥാ പൈസ ഇല്ല. ചോടാ പൈസ. ഹെയർ കട്ട് 100 एक छोटा रुपए ഷേവിംഗ് 80 rupees ഷേവിംഗ് 80. ഒന്ന് മസാജ് ചെയ്യോ? ഇങ്ങനെ സാധനം ചെയ്തിട്ട് ഒരു ഉഷാറാക്കാൻ ഹെഡ് മസാജ് മനസ്സിലായി. ഹെഡ് മസാജ് പോലെ വായ പകട്ടായി കച്ചറ എല്ലാ കച്ചറ മലയാളം നമ്മുടെ പണിയില്ലേ നല്ല പച്ചാട്ട് കയറി ഞാൻ പറയുന്നു. ഓനവന്റെ ഭാഷ സുഖ അത് നല്ല തന്നെ. നല്ല സുഖ. കണ്ണടച്ച് കണ്ണ് വേണ്ട. തോടാ റിലാക്സ് അച്ഛാ ആരാച്ചനാണ് ഹിന്ദിക്കാർക്ക് അങ്ങനെ തെറി പറയാൻ പന്നി. ഒറ്റ മിനിറ്റ്, നമുക്ക് ജീവിതം വേണം, തല വേണ്ട. നല്ല ചിന്ത വരും ചിന്ത. ഞാൻ അത്രയൊന്നും പറഞ്ഞിട്ടാ, കുറച്ച് ചെയ്തിട്ട് നമ്മ മുടി മുണ്ടാതെ ഇരിക്കടാ കള പന്നി. ഞാൻ ചെയ്യട്ടാ. പിന്നെ बॉम्बे से 5 साल में मेरा कटिंग है. अहमदाबाद में हेलो बाबू पैरी मंडल 1 4 में और मेरा बोलेगा ये काम है, अभी काम है, थोड़ा टाइम बाद में बोलेगा अभी काम है. और कचरा आदमी नाम വിളിക്കാം ഗാവ് സെ തല്ലും കുത്തും തലക്ക് അണ്ണാക്കൽ ഞാൻ കുത്തും മുണ്ടാതെ ഇരിക്കടാ പാത്തി. എനിക്കറിയാം ബായി. മെല്ലെ നമുക്ക് അമിതാഭ് ബച്ചൻ മാലൂം. അമിതാഭ് ബച്ചൻ ഹിന്ദി ആക്ടർ മാലൂം. ഷാരൂഖ് ഖാൻ ആയിക്കോട്ടെ. ഷാരൂഖ് ഖാൻ അമിതാഭ് ബച്ചൻ കാ മേരാ കട്ടിംഗ് പണ്ടേത്തെ മേരാ ബാപ്പ കട്ടിംഗ്. ഷാരൂഖ് ഖാൻ, ആമിർ ഖാൻ, സൽമാൻ ഖാൻ. മെല്ലെ ചെയ്യും. നാറിയിട്ട് പാടില്ല. മെല്ലെ ചെയ്യുന്ന പറയുന്ന കേൾക്കുന്നില്ല. എനിക്ക് കുളിക്കാറില്ല. ഡെയിലി കുളിക്കില്ല. കട്ടിങ്ങും വേണ്ട, മസാജിങ്ങും വേണ്ടായിരുന്നല്ലോ. ഇനി ഞാൻ ഇന്ത്യക്കാരാ. വിട്
ഒച്ചനായി ഒച്ചനായി. ഇനിയും വരട്ടെ, ചത്തു കഴിഞ്ഞാ പോയില്ലേ? വേണ്ട, വീട് വിട്ടേ ആവുന്ന അത്ര വേണ്ടോ? വിട്ടവനെ എടുത്തതിന്റെ സാധനം എടുത്ത് പോയി തള്ളത് കായ് എന്തെന്ന് നീ എടുത്ത് വരക്കുന്നത്? ഇവിടെ മസാജ് വേണ്ട, വെട്ടിയാ മതി. ഓ ഇതറി കളക്കഴുതേ നായി പട്ടി സുഖം സുഖം. ഒഴിവാക്ക്. ബോലേക്കാ സുഖം. ഒഴിവാക്കിന് വെട്ടിയാ മതിയോ? ബെറ്റേ വിളിച്ചാണ് क्या വെട്ടിയാ മതി. थोड़ा टाइम मसाज है, थोड़ा टाइम. रिलैक्स रिलैक्स. അതൊരു ബെച്ചാണ് बाल कटे. വെട്ടിയാ മതി. ഇതൊക്കെ പറഞ്ഞ മാതിരിക്ക് പഴയ കാലത്ത് ഇതിന്റെ ഒന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? അണ്ണാനൊക്കെ വന്നിട്ട് തട്ടിയിടും. മറ്റമ്മ ഇടണോ? എത്തോ എത്തോ? ആ നോക്കട്ടെ. ഇത് പിടിക്കീ. എന്തൊക്കെ ഞാൻ പിടിക്കണോ? ആ അത് ഓർത്ത് കഴിഞ്ഞത് ഇങ്ങടെ എത്തില്ലല്ലാണ്ട്. ആ നോക്കട്ടെ. ഇതാ ഇവിടെ ഉണ്ട്, അവിടെ എവിടെ? ഇതാ. ആ ഒന്നും വേണ്ട. നീ കിട്ടാൻ മതിയത്. ദാ ഇവിടെ ഉണ്ടതേ. അവിടെ കിട്ടാൻ നീ ഇന്നെ കൊണ്ടുപോയത്. ആ ഫോണും പിടിച്ചിരുന്ന ഈ ജോലിയൊന്നും വേണ്ടല്ലോ എനിക്ക്. ഞാൻ പഠിക്കുന്ന. നീ പഠിക്കണം ഇങ്ങനെ ഫോൺ നോക്കിട്ടാ. എന്നിട്ടായി നിലത്തൊക്കെ ഇല്ലാണ്ടോ? ആ ഓക്ക് ജോലി വേണമെന്നൊന്നുമില്ലേ? അവളുടെ ഇഷ്ടം നടക്കട്ടെ. നമുക്ക് ഇട്ടത് നോക്കാനും അറിയില്ല, പറഞ്ഞു കൊടുക്കാനും അറിയില്ല. അപ്പൊ അവളുടെ ഇഷ്ടം. മോളെ ജോലി കിട്ടിയില്ലെങ്കിൽ എവിടെ അങ്ങനെ കുത്തിരിക്കുള്ളൂ. അന്നെ കെട്ടിച്ചു വിടുന്നോന്ന് വിചാരിക്കണ്ടേ? എട്ടിച്ചു വിടണ കേട്ടാ പൈസ തോറ്റ. അപ്പൊ പറഞ്ഞുതരാ ഞാന്. ഓള് സൗകര്യത്തിലാണ്. ആ ഇതാ അവിടെ ഉണ്ടേ. ഇതാ അവിടെ. എന്താ പറഞ്ഞേ? ഞാൻ എന്താ കൂലിപ്പണിക്കാരനോ? ഇത് ഇങ്ങനെ കയറി ഇതൊക്കെ കെട്ടില്ല പണി. ഈ മാവിന്റെ മുളത്തെ ഞാൻ കേറാ. വഴക്കണ്ടാ വീട്ടിൽ പേരാണ് കേട്ടോ. ഇന്നെന്തേലും പറഞ്ഞ ഞാൻ നല്ല വർത്താനം ഞാൻ പറയട്ടോ. ഇതിപ്പോ അതിന്റെ ചൊരക്കൊണ്ടാണ് വന്നേക്ക്. അത് നോക്കാം എന്താ പറഞ്ഞ നോക്കാം. എടോ കോപ്പേ, കോപ്പന്റെ വാപ്പ. എന്റെ പേര് കോയാന്നാണ്. ആ എടാ കോപ്പം കോയെ, തനിക്ക് ലേശമെങ്കിലും ഉളുപ്പുണ്ടോ? ഉളുപ്പ് എത്ര പ്രാവശ്യം ഞാൻ തന്നോട് പറഞ്ഞു? എന്തെന്ന് പറഞ്ഞെന്നാ ഇയാള് പറഞ്ഞേ? എന്തെന്ന് ഞാൻ പറഞ്ഞു? ആ മതില് കെട്ടിയപ്പോ അവിടെ മണ്ണ് വന്ന് അടിഞ്ഞു കൂടിയല്ലോ. ആ വേസ്റ്റ് മാറ്റാത്തോണ്ട് വെള്ളം മഴ പെയ്താൽ എന്റെ വീട്ടിനുള്ളിലോട്ടാ കേറുന്നത്. അത് കാരണം എനിക്കോ എന്റെ ഭാര്യക്കോ എന്റെ കുട്ടികൾക്കോ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ചെങ്ങായി എന്നോട് ഞാൻ അന്ന് പറഞ്ഞില്ല പഞ്ചായത്തിൽ പോയിട്ട് ഈ കാര്യം പറയാന്. ഇന്നോടൊപ്പം എന്താ കാണ വൃത്തിയാക്കലൊക്കെ പണി? വൃത്തികേടാക്കിയത് താനല്ലടോ. ആര് വൃത്തിയാക്കി? വെറുതെ മുണ്ടാ പോയിക്കള ചങ്ങായി അവിടുന്ന്. പബ്ലിക് ന്യൂസൻസ് എന്റെ പട്ടാളക്കാലി ഒന്നും ഇവിടെ നടക്കൂല. അതാ എന്റെ കുടുംബത്തെ മതിട്ടോ. ഇവിടെ ഞാൻ എന്റെ കുടുംബത്തിൽ എന്ത് ऐसे बर्बादी करके मुझसे बात करता है तुम? क्या सोचे तुम? हरामजादे, उल्लू के पट्टे, बंदर के बच्चे. 2 दिन में दूंगा. उसके अंदर वो क्लियर नहीं करेगा तो मैं बंदूक उठा के गोली मार देगा तुमको. हाँ क्या क्या मुंह बंद हुआ तुम्हारा? बोलो बोलो क्या क्या बोलो. तुम नहीं तो तुम्हारा बाप आके वो क्लियर करेगा. काम दूंगा मैं, काम. मैं फौजी हूं समझना. 2 दिन दूंगा मैं, 2 दिन. 2 दिन के अंदर क्लियर नहीं करेगा तो मेरा बंदूक उठा के तुमको गोली चलाएगा. ഉണ്ടാത്ത് എനിക്ക് പറയാൻ കിട്ടുവോ? ഇക്ക് പറയാൻ കിട്ടണ്ടേ? എന്തി എന്തൊക്കെ വർത്താനം ഓൻ പറഞ്ഞ മലയാളത്തിലായോ നോക്കട്ടെ. ഓന്റെ ഞാൻ വേണ്ട ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു ഞാന്. ഓൻ എന്താ പറഞ്ഞൊക്കെ ഉള്ളത് ഞാൻ ആ വീഡിയോ എടുത്ത് വെച്ചിരിക്കും. ഇതിപ്പോ എന്നിട്ട് എന്താ കാര്യം? ഇത് നമുക്ക് വേണമെങ്കിൽ കേസൊക്കെ കൊടുക്കാം ഓനെതിരെ. വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിന്ന് പറയാ. എനിക്ക് ഇത്ര ബുദ്ധിയോ? ആ ഇക്ക നല്ല ബുദ്ധിയുണ്ട്. ഞാനേ ഇക്ക ഒന്ന് അങ്ങോട്ട് പറയാൻ കിട്ടാണ്ട് വല്ലാണ്ടായി പോയി ഞാന്. എന്റെ ഹിന്ദി ഓളോട് ചോദിച്ചു നോക്കി എന്താ പറഞ്ഞത്. ഇവിടെ വന്നേ, ഇവിടെ ഒന്ന് വാ. കൈ കൊടുത്ത് പഠിപ്പിക്കുന്നതിന് വല്ല ഗുണം ഉണ്ടാവോ?
ഇതെന്താപ്പാ മേജർ വന്നിട്ട് ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞു പോയത് എന്താന്ന് വെച്ച് കേട്ടോ? ഇത് കേട്ടിട്ട് ഉണ്ടാണ്ട് അവിടെ ഇരിക്ക. എന്നെ ചീത്തയാണ് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലേ? എന്തൊക്കെയാണ് ഇപ്പൊ പറഞ്ഞത് ഓൻ? ഭയങ്കര മോശമാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ അതെന്താന്നല്ലേ ചോദിക്കണേ? അയ്യോ, അതൊരു വാപ്പാന്റെ ഉമ്മാന്റെ അടുത്തൊരു മുൾക്ക് പറയാൻ പറ്റൂല. അത്രക്ക് മോശപ്പെട്ടാ പറഞ്ഞത്? ദേ കേട്ടോക്ക്, ഒന്നുകൂടെ കേട്ടോക്ക്. എന്താ ഈ കള്ള നായിനെ ഞാൻ വേണ്ട? മൂത്തോക്കി പറഞ്ഞത് മനസ്സിലാവാത്ത പിന്നെ കേട്ടാ മനസ്സിലാവോ? അതെ, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇത് അറിയാവുന്ന പോലീസുകാരുടെ അടുത്ത് കൊണ്ടുപോയി കേൾപ്പിക്കും. ഒരു കേസും കൊടുത്തോ? അല്ല, അത് ചെയ്യാണ്ട് പറ്റില്ല. അപ്പൊ അത്ര മോശപ്പെട്ടാണ് ഓൻ പറഞ്ഞെങ്കില് അത് മനസ്സിലായില്ല. ഞാന് ഒരു ശരാശരി വർത്താനാന്ന് വിചാരിച്ചേ. വീഡിയോ നമ്മുടെ കയ്യിലുണ്ടല്ലോ. അല്ല, അത് കാണിക്കണം. ഇനി പറയാണ്ടിരിക്കാൻ പറ്റൂല. അത് കൊണ്ടുപോയി കാണിക്കട്ടെ. 4 വർത്താനം പറയണവനോട്. ഉള്ള മൂടൊക്കെ പോയി ഹലാക്ക്. ഞാൻ അങ്ങോട്ട് പോവാ. മതി, ഇന്നത്തെ പണി എടുത്തി കളി. ആ കോണയൊക്കെ അവിടെ ഇരിക്കട്ടെ. പിന്നെ കഞ്ഞി എന്തേ പഠിക്കാമോ? അങ്ങനെയെങ്കിലും ഒരു ഉപകാരം. പോയി പഠിക്കുന്നു. നിന്റെ ഫോൺ എടുക്ക്. എന്റെ ഫോണ് കിട്ടാ. ഫോണിലുള്ള പഠിപ്പൊന്നും വേണ്ട എനിക്ക്. ബുക്കൊന്നും മതി കേട്ടാ. ഓയ്, ആളില്ലേ? ഓയ്, ഓയ്, ആളില്ലേ? എന്താ തേങ്ങ പറിക്കുന്ന ആളല്ലേ? എനിക്ക് കുറച്ച് തേങ്ങ പറിക്കാനുണ്ട്. ചേട്ടൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? ബുക്ക് ചെയ്യണം. ബുക്കൊന്നും ചെയ്തിട്ടില്ല. എങ്കിൽ ബുക്ക് ചെയ്തോ. ആരും കിട്ടാനില്ല മോനെ. ഞാൻ കൊറേ വീട്ടിൽ പോയി തേങ്ങ പറിക്കുന്നു, ആരും കിട്ടുന്നില്ല. ചേട്ടൻ ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും വരാം. ബുക്ക് ചെയ്യണം മോനെ, ഒന്ന് വന്നിട്ട് പറിച്ച് ചെയ്യാൻ മോനത്. ഇല്ല ചേട്ടാ, നിറയെ ആൾക്കാർ ക്യൂവിലുണ്ട്. അപ്പൊ അവർക്ക് ഓരോരുത്തരനുസരിച്ച് ചെയ്ത് കൊടുക്കും. ഇന്നതാ ഇപ്പൊ പോകാൻ വേണ്ടി ഇറങ്ങുക ഞാന്. എനിക്ക് അത് എല്ലാം ഉണങ്ങിയിട്ട് കിടക്കുകയാണ്. ആ കുഴപ്പം ചേട്ടാ, അതെങ്ങനെ മുട്ടിന്നൊന്ന് മാറി നിന്നാ മതി. നിന്റെ ചൂട്ടിൽ നിന്ന് മാറി നിന്നാൽ നമ്മളെ ആവശ്യം തരും മോനെ. ചേട്ടാ, എനിക്ക് വേറെ ആൾക്കാരുണ്ട് ചേട്ടാ, പോണം ചേട്ടാ, അതുകൊണ്ടല്ലേ. അപ്പൊ ഒരു തെങ്ങിന് പൈസ എത്ര? അത് 150 ഉള്ളൂ. 150 റുപ്യ? 150 റുപ്യ. ഇതെന്ത് ഇങ്ങനെയുണ്ട് അവര് പറയല്? ചേട്ടാ, ഇതിപ്പോ റേറ്റ് കുറവാട്ടാ. ചേട്ടൻ ബുക്ക് ചെയ്യട്ടോ, ഞാൻ എന്തായാലും വരാം, അതിന് കുഴപ്പമൊന്നുമില്ല. ബുക്ക് ചെയ്യണം നിർബന്ധ? നിർബന്ധ. നീ എന്താ ഡോക്ടറാ ബുക്ക് ചെയ്തിട്ട് തേങ്ങ പറിക്കാൻ വരാൻ? നിങ്ങളുടെ പറമ്പിൽ വന്ന് തേങ്ങ പറിക്കണം എന്നുണ്ടെങ്കിൽ എന്നെ ബുക്ക് ചെയ്യണം. ഞാൻ 2 മാസം കഴിഞ്ഞിട്ട് വരും. എന്റെ എമൗണ്ട് 150 രൂപ. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നാൽ മതി. ഓക്കെ? അഹങ്കാരം പറയുന്നു. ഭയങ്കര അല്ല. നിങ്ങൾ സംസാരിക്കണ്ട, കൂടെ സംസാരിക്കണം. നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നെ വിളിക്കാം. എന്റെ പറമ്പിൽ നിന്ന് ഇറങ്ങി. ഞാൻ നിനക്ക് തോന്നിയ ദിവസം പറഞ്ഞ തേങ്ങ പറിക്കാനല്ല പറഞ്ഞു, വേറെ പറഞ്ഞിട്ടല്ല. തേങ്ങ പറിക്കാൻ ഇതാണ് നാട്ടിൽ തേങ്ങ പറിക്കുന്ന ആള് പോടർന്ന് എന്താ തേങ്ങ പറിക്കുന്ന ചിലപ്പോ അവര് എന്റെ അമ്മ നിന്റെ എപ്പൊന്നും എനിക്ക് തേങ്ങ പറിക്കാനാവൂലടാ, അറിയാ? ഓ ഇല്ല, തേങ്ങ പറിക്കാരൻ നീയല്ലോ. ഒരു ദിവസം വീഴും, കാണിച്ചേ ഞാൻ. എടോ, ഏയ്, എന്താണ്? 100 രൂപയ്ക്ക് പറ്റുവാ? ഇറങ്ങിപ്പോടോ. ഇറങ്ങിപ്പോടാ കാട്ടി. എവിടുന്നാ ഇതൊക്കെ വരുന്നത്? ആ തേങ്ങ പറിക്കുന്ന ചന്ദ്രന്റെ വീട് എവിടെ? ഇതുകൊണ്ടാക്കണം ചന്ദ്രന്റെ വീട്. ഇതന്നെയാ? അയാളിപ്പോ തേങ്ങ പറിക്കാൻ പോകല്ലേ? ഇല്ല, പുള്ളി ഇപ്പൊ തേങ്ങ പറിക്കാനൊന്നും പോകാറില്ല. പുള്ളിക്ക് പ്രായമായി, വയസ്സായി. പുള്ളിയുടെ മോനൊരാളുണ്ട്. അതെയാ? പുള്ളി ഇപ്പൊ തേങ്ങ പറിക്കാൻ തേങ്ങ പറിക്കാൻ? അതെ, അവന്റെ പേരൊന്നും? ചക്കര. നല്ല പേരുണ്ട്. മോനെ, ഇതാരുടെ കെട്ടീനി? അതാ പറമ്പിലോട്ട് ആരും കയറാതിരിക്കാൻ വേണ്ടി അവർ കെട്ടിയാണെന്ന് തോന്നുന്നു. നോക്കി പോണ പറഞ്ഞു വിടല്ലേ.
ആളില്ലേടാ? ഓയ്, ആളില്ലേടാ? ആരാ? ചക്കരേന്റെ അച്ഛനാ? അച്ഛനാ? ചക്കരയുടെ കക്കൂസിലാണ്. ഓ, കൊറേ സമയം എടുക്കുക. 1 മണിക്കൂർ പിടിക്കും. 1 മണിക്കൂർ എടുക്കുക. എന്നാ അടുത്ത് സംസാരിച്ചൂടെ? സംസാരിച്ചു. ഇതിൻ്റെ ഉള്ളിലാ? ചക്കരേ, ചക്കരേ. ആരാ? ഞാൻ രാഘവനാ, അങ്ങ് ദൂരെ കുറച്ച് അപ്പുറത്തുനിന്ന്. ഏത് രാഘവൻ? ആ ചക്കുമുക്കിലാന്ന് എന്റെ വീട്. ആ തേങ്ങ പറിക്കാൻ വരുവാ? തേങ്ങ പറിക്കാൻ ഒരു 10-25 തെങ്ങുണ്ട്. 25 തെങ്ങ്. ആ, വരാം. ഒരു തെങ്ങിന് 250 രൂപ. 250? എന്റെ ഭഗവാനെ, അതിന് 250 അല്ല, അതിന്റെ മുകളിൽ സ്വർണ്ണല്ല പറിക്കണ്ടേ, തേങ്ങയാന്ന്. അല്ലാണ്ട് ഇപ്പൊ ഈ പണിക്ക് ആരും ഇല്ലല്ല, എല്ലാരും പഠിച്ച് വിദ്യാഭ്യാസമുള്ള ആൾക്കാരല്ലേ. ഞാൻ +2 കഴിഞ്ഞ് നിക്കണേ. ഞാൻ +2 കഴിഞ്ഞ് നിക്കണേ. അതുകൊണ്ട് തേങ്ങ പറിച്ചൂടെ? അതുകൊണ്ട് തേങ്ങ വച്ചൂടെ എന്നല്ല, ഈ തെങ്ങി കയറി നടു കളഞ്ഞ ഇപ്പൊ ആരും നിക്കുന്നില്ലല്ല, പുറത്തു പോയെന്നല്ല. ഏത്? ഇപ്പോഴേ ആരും ഈ തെങ്ങേറാൻ നിക്കുന്നില്ലല്ല. ഞാൻ ഇതൊക്കെ വിട്ടിട്ട് ദുബായ്